അതെ, അമ്മ ഇപ്പോഴൊന്നും വരില്ലല്ലോ അല്ലേ? ഇല്ല, അമ്മേനെ സമയമുള്ളൂ. എന്താ ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നോ? എന്ത്? ഞാൻ മെസ്സേജ് അയച്ചിരുന്നല്ലേ? മറന്നുപോയി. മറന്നുപോയതാണോ അതോ മനഃപൂർവ്വമാണോ? മനഃപൂർവ്വമൊന്നുമല്ല. ഞാൻ നിന്നെ കാണാൻ വന്ന ധൃതിയില്. അതെ, ഇനി ഞാൻ പോയി വാങ്ങാനൊക്കെ നിന്നാല് വൈകിപ്പോവും. ഞാൻ ഐപിഎല്ലിൽ വാങ്ങിത്തരാം. ആ പറ. എടാ, ടെസ്റ്റ് പോസിറ്റീവായി. ഞാൻ പ്രഗ്നന്റ്. എന്തോ? എടാ, ഞാൻ പ്രഗ്നന്റ് ആയിന്ന്. പീരീഡ്സ് 3 ആഴ്ചയായിട്ട് ആവാത്തപ്പോ ഡൗട്ട് തോന്നി ഞാൻ നോക്കിയതാ. അതിന് നീ ഐപിഎൽ എടുത്തല്ലേ? അത് വർക്കായില്ലെന്നാ തോന്നുന്നു. ശരിക്കും നോക്കിയാ? അതെ, ഇത് നോക്കിയും കണ്ടും ഡീൽ ചെയ്യണം. കൈവിട്ട് പോയി കഴിഞ്ഞാലേ കളി മാറും. ഇനി എന്താ ചെയ്യേണ്ടത് നീ തന്നെ പറ. ഞാൻ നിന്നെ വിളിക്കാം. ഹലോ, എന്റെ ദൈവമേ, ഞാൻ എങ്ങനെ നാട്ടുകാരെ പോത്തു? ഇവിടെ എന്തൊക്കെ സ്വപ്നം കണ്ടതാടി ഞാൻ നിന്നെ കുറിച്ച്. നീ എല്ലാം വെള്ളത്തിലാക്കിയതോടെ കാണിച്ചു വെച്ചു. നിന്റെ പ്രായം തുറക്കടി. എന്താണ് നീ കാണിച്ചു വെച്ചോണ്ടിരിക്കുന്നത്? എന്താ നിനക്ക് സംസാരിക്കൊന്നുമില്ലേ? നിർത്ത്. ഞാനും ശിവയായിട്ട് കുറച്ച് വർഷമായിട്ട് ഇഷ്ടത്തില്ല. ഇന്നെനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എടി, ഇതാണാടി നിന്റെ അബദ്ധം. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളെ പോലെ സംസാരിക്കടി. ഒന്നും ഇല്ലെങ്കിൽ എന്റെ വയറ്റ് ജനിച്ചതല്ലേടി നീ. ഒരു കൂസലില്ലാതെ ഇരിക്കുന്നുണ്ടല്ലേ. ശിവ എന്നെ കല്യാണം കഴിക്കും. എന്നിട്ട് ഞങ്ങൾ എവിടെങ്കിലും പോലും മനസ്സമായിട്ട് ജീവിച്ചോളാം. നിങ്ങളൊന്നും ശല്യപ്പെടുത്താൻ വരില്ല. എന്നെ കൊല്ലാനായിട്ട് ജനിച്ച സന്തതി. ഞാൻ ചത്തിടുന്ന പോലെ നീ എന്റെ അടുത്ത് വരരുത്. നോക്കിക്കോ മക്കളെ, ചായ ഓടിയടാ. കുറച്ച് ദിവസമായിട്ട് നിനക്ക് എന്താ ഒരു വളർച്ച, ഒരു ക്ഷീണമൊക്കെ? ഭക്ഷണമൊന്നും നേരെ കഴിക്കുന്നില്ല നീ. നിനക്ക് വല്ല വയ്യായ്മ വല്ലതും ഉണ്ടോ? ഇല്ലമ്മ, അങ്ങനെയൊന്നുമില്ല. ഹലോ ശിവ, നീ എന്താ ഫോൺ എടുക്കാത്ത? നീ എത്ര പ്രാവശ്യം വിളിക്കാന്നറിയോ? എടാ, അത് നീ വിളിച്ചപ്പോ ഞാനൊരു ഇന്റർവ്യൂലായിരുന്നു. അതാ ഫോൺ എടുക്കാത്ത. നീ എന്തെങ്കിലും ആവശ്യം കൊണ്ടല്ലേ വിളിക്കണം? അത് നിനക്ക് മനസ്സിലാക്കി കൂടെ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ മനഃപൂർവ്വം എന്നെ അവോയ്ഡ് ചെയ്യണോ? എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കുക. ഓൺലൈൻ ഇന്റർവ്യൂ ഇപ്പോൾ ക്ലിയർ ആയി. ഇനി പോലീസ് വെരിഫിക്കേഷനും കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അത് വല്ല ലീഗൽ ഇഷ്യൂ ആയാൽ എൻ്റെ വെരിഫിക്കേഷൻ ക്ലിയർ ആവില്ല, ജോലിയും കിട്ടില്ല. അതുകൊണ്ടാണ് നീ ഡോക്ടറിൻ്റെ അടുത്ത് പോകാമെന്ന് പറയുമ്പോൾ ഞാൻ ഇത്ര ആലോചിക്കുന്നത്. നിനക്ക് നിന്റെ ജോലി, കരിയർ ഇതൊക്കെയാണ് വലുത്. ഞാനിവിടെ എല്ലാം കളഞ്ഞിട്ട് നിൽക്കുക. നീ എന്നൊരു കരുതലില്ലാതെ സംസാരിക്കുന്നു. ശിവ, ഈ പ്രശ്നത്തിന് ഉത്തരവാദി ഞാൻ മാത്രമല്ലല്ലോ, നീയും കൂടിയല്ലേ. ഞാൻ അന്നേ പറഞ്ഞതാ സീറ്റില്ലാതൊന്നും ചെയ്യരുത്. ഹെൽപ്പില്ല. എടാ പ്ലീസ്, നീ പ്രായത്തിന്റെ മെച്ചൂരിറ്റെങ്കിലും കാണിക്കൂ. നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? നീ ഡോക്ടറെ അടുത്ത് പോകും. എത്ര രൂപ ചിലവായാലും ഞാനത് തരാം. എന്നെ വിളിക്കല്ലേ. ഞാൻ ഏത് സമയത്ത് തോന്നിയെന്ന്. എടാ, എന്തായാലും നീ അവളെ കൂടെ ആശുപത്രി പോയത് നന്നായെന്ന് ഞാൻ പറയും. ആ സമയത്ത് അവളുടെ അടുത്ത് ടെൻഷനിൽ ഞാനത് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പം എന്തോ ഒരു കുറ്റബോധം. കുറ്റബോധം. ഈ കുറ്റബോധമാണ് എവിടെ പോലുള്ള പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നത്, മനസ്സിലായോ? ഉപയോഗിക്കുന്നത്? എന്താടാ പറയുന്നത്? അതെ, എൻ്റെ പൊന്നളിയ, നീ മേടിച്ചു കൊടുത്ത IPL അവൾ കഴിച്ചു നിനക്ക് ഉറപ്പാണ്. ഉറപ്പുണ്ട്. അടുത്ത ദിവസം രാവിലെ നമ്മൾ ഒരുമിച്ച് പോയിട്ടാണ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സാധനം മേടിച്ചത്. കാറിൽ വെച്ച് അവളത് കഴിക്കുകയും ചെയ്തു.
എങ്കിലളിയ ഇത് നിന്നെ പെടുത്താനുള്ള പരിപാടിയാണ്. പെടുത്താനുള്ള പരിപാടിയോ? നീ എന്തൊക്കെയായി പറയുന്നത്? എടാ, IPL കഴിച്ച് ഇങ്ങനെ ഉണ്ടാകാൻ പോകുന്നത് ഒന്നെങ്കിൽ അവൾ പ്രഗ്നൻ്റ് അല്ല, അല്ലെങ്കിൽ അത് നിന്റെ അല്ല. എടാ നീ എന്തുവാണ് ഈ പറയുന്നത്? എടാ, ഞാൻ കോടതി ജോലിയും തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഇങ്ങനത്തെ കുറേ കേസ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇതൊന്നും ഒരു പുത്തിരിയല്ല. നീ ഇതിൽ പോയി പെട്ട കുറേ വർഷം കഴിയുമ്പോൾ പെറ്റേണിറ്റി ടെസ്റ്റ് എടുക്കുമ്പോൾ അറിയാം കൊച്ചിൻ്റെ തന്തയാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എടാ, നീ ഒന്ന് ആലോചിച്ചു. നിനക്കാണെങ്കിൽ MNCയിൽ ജോലി കിട്ടാൻ വേണ്ടി പോകണം. അതുമാത്രമല്ല, വീട്ടിലാണെങ്കിൽ നല്ല കാശും. നിന്നെ പോലെ ഒരുത്തിന് പെടുത്തിയിട്ട അവക്കല്ലടാ ഗുണം. നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയാം, നീ അറിഞ്ഞുകൊണ്ട് വരും കുഴി ചാടും. ചുറ്റും ചതിക്കുന്ന ആൾക്കാരാ, നീ ഓർത്ത് വെച്ചു. മോളെ മോളെ ആ അമ്മ ഇതാ വരുന്നു. നീ ഇവിടെ ധ്യാനിക്കുകയാണോ? എത്ര സമയമായി ഞാൻ അവിടെ കിടന്ന് വിളിക്കുന്നു. എന്റെ കൂട്ടുകാരി വന്ന് ഇരിപ്പുണ്ട്. അവള് വിളിച്ച ഫോൺ എടുത്തൂടെ? 24 മണിക്കൂർ മുറിക്കകത്ത് കയറി അടച്ചിരിക്കും. നീ എന്താടി ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? നീ മെസ്സേജ് എല്ലാം കാണുന്നുണ്ടല്ലോ, പിന്നെന്താ റിപ്ലൈ ചെയ്യാത്തെ? എന്തു പറ്റിയടി? എന്താടി കരയാതെ കാര്യം പറയേ? നിനക്കിത് എങ്ങനെ ചോദിക്കാൻ തോന്നി ശിവ എന്നോട്? ഞാൻ ചോദിച്ചാൽ എന്താ തെറ്റുള്ളത്? IPL എടുത്ത സ്ഥിതിക്ക് എന്തായാലും ഇങ്ങനെ ഒരു പ്രഗ്നൻസി ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. അപ്പോ ഇത് വേറെന്തോ അല്ലേ? എന്നും പറഞ്ഞ് ഒരു പെണ്ണിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് നീ ചോദിച്ചത്. ഞാൻ നിന്നോടല്ലേ ചോദിച്ചത്? അല്ലെങ്കിൽ നാളെ എനിക്ക് പശ്ചാത്തപിക്കേണ്ടി വന്നാലോ നീ എന്നെ വല്ലതും പറഞ്ഞ് പറ്റിച്ചാണെന്ന്? എനിക്ക് നിന്നെ പറ്റിയേണ്ട ആവശ്യമില്ല ശിവ. ഞാനിത് ഒറ്റയ്ക്ക് പോയി അബോട്ട് ചെയ്തു. നീ അബോട്ട് ചെയ്തോ? അതെ, ചെയ്തു. നിന്നെ വിളിച്ചപ്പോൾ നീ എന്താ പറഞ്ഞേ? ഒറ്റയ്ക്ക് പോയി ചെയ്തോളാൻ. എന്നിട്ട് വേണമെങ്കിൽ കുറെ പൈസ തരാന്ന്. ആർക്ക് വേണം നിന്റെ പൈസ? എന്നാലും അതിനു മുമ്പ് നിനക്ക് എന്നോടൊരു വാക്ക് ചോദിച്ചൂടായിരുന്നോ? എന്തിനു ചോദിക്കണം? എന്റെ സിൻസിയറിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാനോ? പ്രിയ, എൻ്റെ ഫ്രണ്ട് പറഞ്ഞ കേസായതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വരാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ ക്ലിനിക്കിൽ വെച്ച് നോക്കാറുള്ളൂ. നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട് ഞാൻ കണ്ടു. നിങ്ങൾ എഡ്യൂക്കേറ്റഡ് അല്ലേ? പിന്നെ എന്താണ് ഒരു പ്രിക്കോഷൻ എടുക്കാത്തത്? ഞാൻ പില്ലെടുത്തായിരുന്നു. ഈ പില്ലൊന്നും 100% സേഫ് ഒന്നുമല്ല. പിന്നെ ഇതുപോലെ ഡെയിലി ഞാൻ കുറെ കേസുകൾ കാണാറുണ്ട്. പീരീഡ്സ് മിസ്സായിട്ട് എത്ര വീക്കായെന്ന് പറഞ്ഞേ? ഇപ്പോ 4 വീക്സ് കഴിഞ്ഞു. എന്താ ഡോക്ടർ, പോസിബിൾ അല്ലേ? പോസിബിൾ ഒക്കെ തന്നെയാണ്. നിങ്ങളുടെ പാർട്ട്ണർ എവിടെ? പുള്ളിക്കാരൻ്റെ കൂടാതെ ധൈര്യമില്ലേ? വന്നില്ല. ഒട്ടുമിക്ക കേസുകളും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ഇതൊരു പാഠമായിട്ട് എടുക്കണം. ഇപ്പം ഈ ഒരു അവസ്ഥയിൽ അയാൾ നിങ്ങളോടൊപ്പം നിന്നിട്ടില്ലെങ്കിൽ പിന്നെ അയാൾ എങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? എന്തായാലും ഇയാൾ നാളെ ക്ലിനിക്കിലോട്ട് വാ.